അറിവിന്റെ അക്ഷരമുറ്റത്ത് പ്രതിഭകൾക്ക് ആദരം. മുത്താനം കുന്ന് വായനശാലയിൽ പ്രതിഭാസംഗമം നടന്നു. അറിവും അക്ഷരവും പകർന്നു നൽകി ഒരു നാടിന്റെ സാംസ്കാരിക ചേതനയായി നിലകൊള്ളുന്ന മുത്താനം കുന്ന് വായനശാല വീണ്ടും മാതൃകയാകുന്നു. വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പി പ്രസാദ് മെമ്മോറിയൽ പ്രതിഭാസംഗമവും ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. ഒരു ജനതയുടെ ഭൗതിക വളർച്ചയ്ക്ക് പുസ്തകപ്പുരകൾ എത്രത്തോളം ഊർജം നൽകുന്നുവെന്ന് തെളിയിക്കുന്നതായിരുന്നു വായനശാല മുറ്റത്ത് നടന്ന ഈ അക്ഷരോത്സവം. യുവതലമുറയെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിൽ വായനശാലകൾ വഹിക്കുന്ന പങ്ക് വലുതാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൊട്ടാരക്കര താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് AS ഷാജി പ്രസ്താവിച്ചു. പിന്നെ പുതിയ പുതിയ സംരംഭങ്ങൾ, പുതിയ പുതിയ കോഴ്സുകൾ എത്ര പുതുതായി എത്ര നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു പരമ്പരാഗതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് മാറ്റം വന്നു. പരമ്പരാഗതമായ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം വന്നു. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന ഈ ഒരു ഉപകരണത്തിന്, ഈ ഒരു ഡിവൈസിലൂടെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാകുന്ന അറിവുകൾ വളരെ വലുതാണ്. അതിന് ഒരു കാരണവശാലും നമുക്ക് തള്ളിപ്പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾ മൊബൈൽ ഉപയോഗിക്കാനേ പാടില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ ഇലക്ട്രോണിക് യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് എങ്ങനെ ഈ ഇലക്ട്രോണിക് സംവിധാനത്തെ മാറ്റി നിർത്താൻ കഴിയും? അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇപ്പോൾ ഒരു അരമണിക്കൂർ നേരം നമ്മുടെ കയ്യിൽ ഈ സാധനം ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ഹൃദയം നമ്മളിൽ നിന്ന് പറിച്ചു മാറ്റപ്പെട്ട അവസ്ഥയായിപ്പോയി. അത്രയേറെ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളുമായി ഇലക്ട്രോണിക്സ് രംഗത്ത് മുന്നേറ്റവുമായി നമ്മൾ താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത സംവിധാനമായി ഈ ഇലക്ട്രോണിക് മാധ്യമങ്ങളും ഇലക്ട്രോണിക് രംഗത്തെ വളർച്ചയും മാറിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയുള്ള വിദ്യാഭ്യാസ രീതിയും തീർച്ചയായും നമുക്ക് ആവശ്യമായി വരും. പക്ഷെ ഇതിൽ മാത്രമായി കേന്ദ്രീകരിക്കപ്പെട്ടു പോകരുത് എന്നത് മാത്രം. ഗ്രന്ഥശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഭയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി സജിത്ത് സ്വാഗതവും വനിതാവേദി വൈസ് പ്രസിഡന്റ് അജിത നന്ദിയും രേഖപ്പെടുത്തി. ബഷീർ സ്മരണയും ലഹരിവിരുദ്ധ സന്ദേശവും സുൽത്താന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ബഷീർ ദിന ക്വിസ് മത്സരവും ഇതിനോടൊപ്പം നടന്നു. കേവലം ഒരു മത്സരത്തിനപ്പുറം കുട്ടികളിൽ വായനാശീലവും പുസ്തകങ്ങളോടുള്ള ആഭിമുഖ്യവും വളർത്താൻ ഇത്തരം വേദികൾ കാരണമാകുന്നു. അക്ഷരങ്ങളിലൂടെ ലോകത്തെ അറിയാനും ചിന്തകളെ വിപുലമാക്കാനും വായനശാല നൽകുന്ന അറിവുകൾ കുട്ടികൾക്ക് എന്നും വഴികാട്ടിയാകുമെന്നതിന് അടിവരയിടുന്നതായിരുന്നു കുട്ടികളുടെ സജീവ പങ്കാളിത്തം. കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പൂയപ്പള്ളി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് P ഷാജിമോൻ ക്ലാസിന് നേതൃത്വം നൽകി. സമാധാനപരമായ ഒരു ജീവിതം വേണമെങ്കിൽ നല്ല ആൾക്കാർ ചുറ്റുപാടുണ്ട്, മര്യാദയുള്ള ആൾക്കാർ വേണം, അന്തസ്സുള്ള ആൾക്കാർ വേണം. അപ്പൊ അത്തരത്തിൽ നമ്മുടെ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട ഈ നെട്ടയം പ്രദേശം ഒരു പരിധിവരെ അന്തസ്സും മര്യാദക്കാരും ഒക്കെ താമസിക്കുന്ന മേഖലയാണ്. വളരെ കുറച്ച് പരാതികൾ മാത്രമാണ് ഈ മേഖലയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. അത് സൂചിപ്പിക്കുന്നതിനെയാണ്, ആ അന്തസ്സിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഈ കൂടിയിരിക്കുന്ന കുട്ടികളിൽ പലരും ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കിയവരാണ്, ഭാവി ജീവിതത്തിൽ എവിടെയൊക്കെ എത്തപ്പെടേണ്ടവരാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വഴികാട്ടിയായി നല്ലൊരു മുൻ തലമുറ ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹവുമാണ്. ഇന്ന് പല സ്ഥലങ്ങളിലും ഇല്ലാതെ പോകുന്ന ഒരു ഘടകവും ഇതാണ്. നിങ്ങളെ നയിക്കാൻ നല്ലൊരു ശക്തിയുടെ അതിനെ മുൻനിർത്തിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആർജവത്തോടെ കാര്യക്ഷമമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതമൊക്കെ ശോഭനാകട്ടെ എന്ന് നിങ്ങൾ ഞാൻ ആദ്യമേ ആശംസിക്കുകയാണ്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച നാടിന്റെ പ്രിയ പ്രതിഭകളെയും കലാകായിക സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു. നെട്ടയം വാർഡ് മെമ്പർ അബീഷ് കൃഷ്ണൻ പ്രതിഭകളെ ആദരിക്കുകയും റിട്ടയർഡ് അധ്യാപിക പ്രസീന T കുട്ടികൾക്കായുള്ള സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്തു.
അറിവിന്റെ ലോകത്തേക്ക് വിരൽ ചൂണ്ടുന്ന പുസ്തകങ്ങൾക്കൊപ്പം നാടിന്റെ നന്മയ്ക്കും പുതുതലമുറയുടെ ഉന്നമനത്തിനുമായി നിരന്തരം ഇടപെടുന്ന മുത്താരംകുന്ന് വായനശാലയുടെ ഈ പ്രവർത്തനം സമൂഹത്തിന് വലിയൊരു മാതൃകയാണ് സമ്മാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.